ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വിജയ് നായകനായിട്ടുള്ള ദി ഗോട്ട് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയുടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലർ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദി ഗോട്ട് എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. സോ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഈ ഒരു എൻഡിങ് കണ്ടതിന് ശേഷം നമുക്കുണ്ടാകുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണോ, അല്ലെങ്കിൽ ക്ലൈമാക്സിലെ സംഭവങ്ങൾക്ക് ശേഷം പ്രസന്റിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണോ? കൂടാതെ ഇവിടെ മരണപ്പെട്ടതായി കാണിച്ചത് ഗാന്ധിയുടെ യഥാർത്ഥ മകൻ തന്നെയാണോ, അതോ ഒരു ക്ലോൺ ആണോ? യഥാർത്ഥ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഈ ഒരു ക്ലോണിംഗ് എന്നുള്ള ഐഡിയ ഈ ഒരു സഞ്ജയ് എന്ന ക്യാരക്ടറിന് എങ്ങനെയാണ് കിട്ടിയത്? അതോടൊപ്പം ഇനി കഥ എന്താകും? എങ്ങനെയാകും ഈ ക്ലോണുകൾ വീണ്ടും ഗാന്ധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നതെല്ലാമാണ് നോക്കാനായി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എൻഡിങ് ഒന്ന് നോക്കാം. വിജയുടെ ഗാന്ധി എന്ന ക്യാരക്ടറിന്റെ മകനായിരുന്ന ജീവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോകുന്നതായും, എന്നാൽ ഇയാൾ മരണപ്പെട്ടിരുന്നില്ല എന്നും മേനോൻ ആ കുട്ടിയെ എടുത്തു വളർത്തി തന്റെ മരണപ്പെട്ടുപോയ സഞ്ജയ് എന്ന മകനായി വളർത്തിയെന്നും, പിന്നീട് ജീവൻ എന്ന പേരിൽ ഇയാളെ ഗാന്ധിക്ക് എതിരെ നിർത്തുകയും അവസാനം ഗാന്ധിയുടെ കൈകൊണ്ട് തന്നെ ജീവൻ അല്ലെങ്കിൽ സഞ്ജയ് മരണപ്പെടുന്നതായും കാണിക്കുന്നു. ഇതിനുശേഷം പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മറ്റൊരു വിജയ് ക്യാരക്ടർ ഗാന്ധി എന്ന ആ അച്ഛൻ ക്യാരക്ടറിന്റെ ഫോട്ടോയിൽ വെടിവെച്ച് പഠിക്കുന്നതായും, ആ സമയം വേറൊരു വിജയ് ക്യാരക്ടർ അങ്ങോട്ട് വരികയും വെടിവെച്ചു കൊണ്ടിരുന്ന ആളെ ജീവൻ എന്ന് വിളിക്കുകയും തിരിച്ച് വന്നയാളെ സഞ്ജയ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം സഞ്ജയ് എന്ന ആ ഒരു ക്യാരക്ടർ ഒരു ലാബിലേക്കോ മറ്റോ ചെല്ലുകയും അവിടെ വീണ്ടും ഒരു വിജയെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടും കാണിക്കുന്നു. സോ ഇവിടെയുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാണോ? അതായത് അവസാനം മരണപ്പെട്ടു പോകുന്ന ജീവൻ അല്ലെങ്കിൽ സഞ്ജയ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ അതേ ലുക്ക് തന്നെയാണ് ഇവിടെ വെടിവെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾ ഈ ഒരു മിഷനായി ഗാന്ധിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സീനാണോ ഇത്? അതായത് ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാണെന്നും, ഈ സീനുകളിൽ തന്നെ ഈ ഒരു ക്യാരക്ടർ ഗാന്ധിയെ ലക്ഷ്യമാക്കി പ്രാക്ടീസ് ചെയ്തിരുന്നുവെന്നും, പിന്നീട് മിഷനുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ അടുത്ത് ചെന്നിരുന്നുവെന്നും, എന്നാൽ ഗാന്ധിയുടെ കൈയാൽ കൊല്ലപ്പെട്ടുവെന്നും, എന്നിരുന്നാലും ഇവരുടെ കയ്യിൽ വേറെയും ക്ലോണുകൾ ഉണ്ടെന്നും നമ്മളെ കാണിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് സീനാണോ ഇത്? സോ അതിനുള്ള ഉത്തരം ഇത് ഫ്ലാഷ് ബാക്ക് ഒന്നുമല്ല, പകരം പ്രസന്റിൽ നടക്കുന്ന ആ ക്ലൈമാക്സിന് ശേഷം നടക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ്. അതായത് ആ ഒരു സഞ്ജയ് ക്യാരക്ടർ ഒരു ലാബിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ക്ലോണിംഗ് ജീവൻ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ജീവന്റെ മൂന്നാമത്തെ ക്ലോൺ എന്ന രീതിയിൽ. സോ 3 ക്ലോണുകളും യഥാർത്ഥ ജീവൻ എന്ന ക്യാരക്ടറും ഉൾപ്പെടെ ജീവൻ അല്ലെങ്കിൽ സഞ്ജയ് എന്ന ആ ഒരു ക്യാരക്ടറിന്റെ 4 വേർഷനുകൾ വേണം. ചിത്രത്തിൽ കൃത്യമായി ഈ 4 വേർഷനുകൾ മാത്രമേ കാണിച്ചിട്ടുമുള്ളൂ. അതിനർത്ഥം ഇവിടെ മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്യാരക്ടറും ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടറും ഒന്നല്ല, പകരം 2 ആണ്. സോ ക്ലൈമാക്സിലെ ഒരു ക്ലോൺ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും അടുത്ത ക്ലോൺ അതിനായി തയ്യാറാവുകയാണ്, ഗാന്ധിയെ കൊല്ലാനായി തയ്യാറാവുകയാണ് എന്നും, ഇനി ഇയാൾ മരണപ്പെട്ടു പോയാലും മൂന്നാമതായി ഒരു ക്ലോണിനെ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇവിടെ കാണിച്ചത്. സോ ഇത് ഒരു ഫ്ലാഷ് ബാക്ക് സീനൊന്നുമല്ല, പകരം എൻഡിങ്ങിലെ ആ സീനിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ സംശയം, ഇവിടെ മരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? ഗാന്ധിയുടെ മകനായിട്ടുള്ള സഞ്ജയായി മാറിയിട്ടുള്ള ജീവൻ തന്നെയാണോ ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ക്ലോണുകളാണോ? ഇനി അതല്ല, ഈ 2 ക്ലോണുകളിൽ ഒരെണ്ണമാണോ ഗാന്ധിയുടെ യഥാർത്ഥ മകൻ എന്നുള്ളതാണ്. സിനിമയിൽ കാണിച്ചിരിക്കുന്നത് വെച്ചുകൊണ്ട് ഗാന്ധിയുടെ ജീവൻ എന്ന മകനെ മേനോൻ എടുത്തു വളർത്തുകയും കുറച്ച് മെച്ചൂർഡായതിനു ശേഷം ജീവനെ ഗാന്ധിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ഗാന്ധിയുമായി പോരാടുന്നതായിട്ടും, ഇതിനിടയ്ക്ക് ഒരു വട്ടം മേനോൻ ജീവനെ ഫോൺ ചെയ്യുന്നതായിട്ടും, ആ സമയം ഇവർ അച്ഛൻ മകൻ എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നതിലൂടെ ഈ യഥാർത്ഥ ജീവൻ തന്നെയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് തോന്നാം. എന്നാൽ എനിക്ക് മനസ്സിലായത് ഇവിടേക്ക് വന്നിരിക്കുന്നതും മരണപ്പെട്ടിരിക്കുന്നതും യഥാർത്ഥ ജീവനല്ല, പകരം അതൊരു ക്ലോൺ മാത്രമാണ്. പകരം ഈ അവസാനം കാണിക്കുന്ന ക്യാരക്ടറാണ് ഗാന്ധിയുടെ മകനായിട്ടുള്ള പിന്നീട് സഞ്ജയായി മാറിയിട്ടുള്ള ജീവൻ. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ ഒരു ക്യാരക്ടറിനെയാണ് സിനിമയുടെ അവസാനം മെയിൻ വില്ലൻ എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ആ സമയം ഈ കഥാപാത്രം പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ വിചാരിക്കുന്നു അപ്പോൾ മാത്രമേ ഗെയിം അവസാനിക്കുകയുള്ളൂ എന്ന്. അതിലൂടെ ഈ ഒരു ക്യാരക്ടറാണ് യഥാർത്ഥ ജീവൻ, യഥാർത്ഥ വില്ലൻ കഥാപാത്രം എന്ന് നമുക്ക് തോന്നാം. രണ്ടാമത്തത്, ഈ മരണപ്പെട്ടിരിക്കുന്ന ജീവൻ എന്ന ക്യാരക്ടറിനെയും പിന്നീട് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്ന അടുത്തതായി ഗാന്ധിയുമായി പോരാടാൻ നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറിനെയും ലുക്കിലെല്ലാം ഒരുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരുപോലെയുള്ള മുടി, ഒരുപോലെയുള്ള താടി, ഇങ്ങനെ ഏകദേശം ഒരുപോലെ തന്നെയാണ് 2 പേരെയും കാണിച്ചിരിക്കുന്നത്. ഇവരെ 2 പേരെയും ഒരുപോലെ കാണിച്ചിരിക്കുന്നത് കൊണ്ടും, എന്നാൽ ഈ ഒരു ക്യാരക്ടറിനെ വ്യത്യാസപ്പെട്ട് കാണിച്ചിരിക്കുന്നതിലൂടെയും എനിക്ക് തോന്നിയത് ഇതാണ് യഥാർത്ഥ ജീവനെന്നും മറ്റുള്ള ക്ലോണുകൾക്കെല്ലാം ഒരേ ലുക്ക് തന്നെ കൊടുക്കുന്നുമെന്നുമാണ്.
അതായത് ഈ മരണപ്പെട്ട ക്യാരക്ടറിനും പിന്നീട് ഇനി വരാൻ പോകുന്ന ആ ഒരു ക്ലോണിനും ഇനി പുതിയതായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലോണിനും ഒരേ ലുക്ക് തന്നെ കൊടുക്കുന്നു. എന്നാൽ യഥാർത്ഥ വില്ലനായിട്ടുള്ള സഞ്ജയ് എന്ന ക്യാരക്ടറിന് മറ്റൊരു ലുക്കും കൊടുക്കുന്നു, നമ്മൾ വേഗത്തിൽ തിരിച്ചറിയാനെന്ന പോലെ. ഇതുകൂടാതെ മറ്റു പല കാരണങ്ങളും ഇങ്ങനെ ചിന്തിക്കാനുണ്ട്. അതായത് സിനിമയുടെ ഇടയ്ക്ക് മേനോനും സഞ്ജയുമായി സംസാരിക്കുന്ന സമയം മേനോന്റെ ബാക്ക്ഗ്രൗണ്ടിലായി ഒരാൾ നടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അയാൾ ഇട്ടിരിക്കുന്ന വേഷവും പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ സഞ്ജയ് എന്ന ഈ ഒരു ക്യാരക്ടർ ഇട്ടിരിക്കുന്ന വേഷവും ഏകദേശം സിമിലർ ആണ്. കൂടാതെ മേനോൻ അപ്പോൾ ഇരിക്കുന്നത് ഈ അവസാനം കാണിച്ചിരിക്കുന്ന ലാബിന്റെ അതേ കളറുള്ള ഒരു സ്ഥലത്താണ്. അതോടൊപ്പം ആ ക്ലോണിങ്ങിനെ സൂചിപ്പിക്കുന്നത് പോലെ അവിടെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലായി രണ്ട് കൈകൾ ഒരേപോലെ വന്ന് മുട്ടുന്നത് പോലെയും കാണിച്ചിട്ടുണ്ട്. സോ ഇതിലൂടെ യഥാർത്ഥ സഞ്ജയാണ് ഇവിടെ മേനോന്റെ കൂടെ നിന്നുകൊണ്ട് ആ ക്ലോണിങ്ങിനെ കുറിച്ചെല്ലാം നോക്കുന്നതെന്നും ഗാന്ധിയുടെ അടുത്ത് പോരാടാനായി പോയിരിക്കുന്നത് ഇങ്ങനെ ഇവർ അയച്ചിട്ടുള്ള ഒരു ക്ലോൺ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ പിന്നെ എന്തുകൊണ്ടാണ് ഈ സീനിൽ ഈ മേനോൻ എന്ന ക്യാരക്ടറും സഞ്ജയ് എന്ന ക്യാരക്ടറും യഥാർത്ഥ അച്ഛൻ മകനെ പോലെ അല്ലെങ്കിൽ ഗാന്ധിയുടെ യഥാർത്ഥ മകനെ പോലെ സംസാരിക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. അതിനെക്കുറിച്ച് വഴിയെ പറയാം. അതിനു മുന്നേ ഈ ഒരു സഞ്ജയ് എന്ന ക്യാരക്ടറിന് എങ്ങനെയായിരിക്കാം ഇത്തരത്തിലുള്ള ക്ലോണിങ്ങിനെ പറ്റിയുള്ള അറിവുകളെല്ലാം കിട്ടിയതെന്ന് കൂടി നോക്കിയാൽ ആ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ സഞ്ജയ് ഒരു ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നതായും ആ സമയം അവിടെ മറ്റു കുറച്ച് ബുക്കുകൾ ഇരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഈ സീനിൽ അവിടെ കാണിക്കുന്ന ബുക്കുകളെല്ലാം ഏതാണെന്ന് വ്യക്തമായൊന്നും നമുക്ക് കാണാനേ സാധിക്കുന്നില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നിയത് ഇങ്ങനെ സഞ്ജയ് ബുക്കുകളെല്ലാം പഠിക്കുന്നത് പോലെയുള്ള ഒരു ക്യാരക്ടറായി കാണിച്ചിരുന്നത് ഈ ഒരു ക്യാരക്ടർ ഇത്തരത്തിൽ ബുക്കുകളിലൂടെയും മറ്റും ക്ലോണിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കാമെന്നും അതിനുശേഷം അച്ഛനിൽ നിന്നും ഗാന്ധിയെക്കുറിച്ചും ജീവനെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം എങ്കിൽ താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ കുറെ ക്ലോണുകളെ സൃഷ്ടിക്കാമെന്നും ഇവർ ടെററിസ്റ്റുകൾ ആയതുകൊണ്ട് ഈ ക്ലോണുകളെയെല്ലാം ചാവേറുകളെ പോലെ ഉപയോഗിക്കാമെന്നും കരുതിയതാകാം. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അയക്കുന്ന ക്ലോണുകൾക്ക് വെറുതെ ജീവന്റെ രൂപവും DNA മാത്രമല്ല, പകരം ജീവന്റെ ആ ഒരു ക്യാരക്ടറും ഓർമ്മകളും കൂടി കൊടുത്തിരിക്കാം. അതായത് ആ ക്ലോണുകളെ ക്രിയേറ്റ് ചെയ്ത് പുറത്തെടുക്കുന്ന സമയത്ത് യഥാർത്ഥ ജീവൻ അല്ലെങ്കിൽ സഞ്ജയ് എന്ന ക്യാരക്ടറിന് അപ്പോഴുള്ള ഓർമ്മകളും അയാളുടെ ക്യാരക്ടറും അയാളുടെ സ്വഭാവവും എങ്ങനെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ക്ലോണുകൾക്കും നൽകിക്കൊണ്ടായിരിക്കാം അവയെ പുറത്തേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സഞ്ജയ് എന്ന ക്യാരക്ടറും മേനോനുമായിട്ട് എങ്ങനെയാണോ അടുപ്പമുള്ളത്, അല്ലെങ്കിൽ ആ സഞ്ജയ് എന്ന ക്യാരക്ടറും ഗാന്ധിയുമായിട്ട് എങ്ങനെയാണോ അകന്നിരിക്കുന്നത്, ഇതുപോലെ തന്നെയായിരിക്കാം ഓരോ ക്ലോണിലും സംഭവിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് ഇത് ഒരു ക്ലോൺ ആയിട്ട് കൂടി ഇത് മേനോനെ വിളിക്കുന്ന സമയത്ത് മേനോനോട് അച്ഛൻ എന്ന പോലെയുള്ള അടുപ്പം കാണിക്കുന്നതും ഗാന്ധിയോട് അത്രയും ദേഷ്യം കാണിക്കുന്നതും. സോ ജീവൻ തൻ്റെ ക്ലോണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ വെച്ചുകൊണ്ട് തൻ്റെ മെമ്മറിയും ക്യാരക്ടറുമുള്ള കുറെ ക്ലോണുകളെ ക്രിയേറ്റ് ചെയ്യുകയും അവരെ ഓരോരുത്തരായി ചാവേറുകളെ പോലെ ഗാന്ധിയുടെ അടുത്തേക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി അവസാന ചോദ്യം, ഗാന്ധി ഓൾറെഡി തന്നെ ജീവനെ വില്ലനായി കണ്ടിരിക്കുന്നത് കൊണ്ട് വീണ്ടും താൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ് എന്ന രീതിയിൽ ജീവൻ വീണ്ടും ഗാന്ധിയുടെ അടുത്തേക്ക് ഒരു പാവമായി വന്നാൽ പോലും ഗാന്ധി അത് അംഗീകരിക്കുകയില്ല. സോ എങ്ങനെയായിരിക്കും ഈ പുതിയ ക്ലോൺ വീണ്ടും ഗാന്ധിയുടെ അടുത്തേക്ക് ഗാന്ധിയുമായി അടുപ്പം സ്ഥാപിക്കാൻ പോകുന്നത്? സോ എനിക്ക് തോന്നിയത് ഇനിയൊരു ജീവൻ എന്ന ക്യാരക്ടർ ഗാന്ധിയുടെ അടുത്ത് എത്തുകയാണെങ്കിൽ താനാണ് യഥാർത്ഥത്തിൽ അന്ന് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ മകനെന്നും മുന്നേ വന്ന് മരണപ്പെട്ടിട്ടുള്ളത് മേനോൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തന്നിൽ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലോൺ ആയിരുന്നുവെന്നും അവനായിരുന്നു ഇങ്ങനെ വയലൻസ് എല്ലാമുള്ള ക്യാരക്ടർ എന്നും താൻ പാവമാണ് എന്നുള്ള രീതിയിൽ ഗാന്ധിയുടെ അടുത്തേക്ക് വരാനാകും ചാൻസ് ഉള്ളത്. കൂടാതെ ഈ ഓരോ ക്ലോണിലൂടെയും ഒരുപാട് ടെററിസ്റ്റ് പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം അതെല്ലാം ഗാന്ധിയുടെ തലയിൽ ഇടാനും വേണ്ടിയാകാം ഒരേ സമയം തന്നെ വീണ്ടുമുള്ള ക്ലോണുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ചിത്രം പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം നേടാത്തതുകൊണ്ട്, സാമ്പത്തികമായല്ല ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളെല്ലാം നേടിയെടുത്തതുകൊണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ നിന്നും വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കൂടി ഈ ചിത്രത്തിന് ഒരു തുടർച്ചയുണ്ടാകാൻ ചാൻസ് ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിക്ക സിനിമകളുടെയും അവസാനത്തിൽ രണ്ടാം ഭാഗത്തിന് തുടക്കം കുറിച്ച് വെക്കുന്നത് കൊണ്ട് ആ ഒരു ട്രെൻഡ് പോലെ ഈ ചിത്രവും കാണിച്ച് അവസാനിപ്പിച്ചിരിക്കാൻ മാത്രമാണ് ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താണ് ഇതിനെക്കുറിച്ചുള്ള എല്ലാം നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.